കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കുറേ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാട്സപ്പിൽ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷം 2017 അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ആയിരുന്നു ഡിലീറ്റ് ഫോർ എവ്രി വൺ എന്നുള്ള ഓപ്ഷൻ. നമ്മൾ മെസ്സേജ് അയച്ച് 7 മിനിറ്റിനുള്ളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് റിലേറ്റഡ് ആയിട്ട് പല ആൾക്കാരും പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡിലീറ്റ് ചെയ്യാം, ഈ മെസ്സേജസ് റിക്കവർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരാൾ അയച്ച മെസ്സേജ് അവരത് റിമൂവ് ചെയ്തു. പക്ഷെ നിങ്ങൾക്കത് കാണേണ്ട കാര്യമാണ്. എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ അതിനകത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് തിരിച്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് ഈ ആപ്പിൻ്റെ സഹായത്തോടെ ചെയ്യാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്പിൻ്റെ പേര് വാട്സ് റിമൂവ്ഡ് എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സ് റിമൂവ്ഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആദ്യം കുറേ പെർമിഷൻസ് ചോദിക്കും. ആ പെർമിഷൻസ് എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോ ഡിലീറ്റഡ് മെസ്സേജസ് ഡിറ്റക്റ്റഡ് യെറ്റ് എന്നാണ് ഈ ഫോണിൽ കാണുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ മുന്നേ ആരെങ്കിലും അയച്ച മെസ്സേജസ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. വാട്സ് റിമൂവ്ഡ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഡിലീറ്റ് ഫോർ എവ്രി വൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവരുത്. നിങ്ങൾ കണ്ടിട്ടുള്ള മെസ്സേജാണ് റിമൂവ് ചെയ്തത് എങ്കിൽ നിങ്ങൾക്കത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. ആ മെസ്സേജസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഡിലീറ്റ് ഫോർ എവ്രി വൺ ഓപ്ഷൻ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത മെസ്സേജസ് തിരിച്ചെടുക്കേണ്ടത് എന്ന് നോക്കാം. മറ്റൊരു ഫോണിൽ നിന്ന് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫോണിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഈ ഒരു വാട്സപ്പിലേക്ക് കുറേ മെസ്സേജ് അയച്ചിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും വന്ന മെസ്സേജസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ആപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ വായിക്കാത്ത ഇത്തരത്തിൽ റിമൂവ് ചെയ്തിട്ടുള്ള മെസ്സേജസ് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്സ് റിമൂവ്ഡ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ മെസ്സേജസ് ആണോ ഡിലീറ്റ് ചെയ്തത് അതിവിടെ ഓപ്പൺ ആയി വന്നത് നമുക്ക് കാണാം. ഇതേപോലെ ആരൊക്കെയാണ് ഏതൊക്കെ മെസ്സേജസ് ആണോ ഡിലീറ്റ് ചെയ്തത് അതെല്ലാം അവരുടെ കോൺടാക്ട് നെയിമിനൊപ്പം തന്നെ ഇവിടെ വരും. ഇവിടുന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി സെറ്റിംഗ്സിൽ നമുക്ക് നോക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് തീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് തീം ഡാർക്കായിട്ട് സെറ്റ് ചെയ്യാം. പ്രൈവസി പോളിസി ഉണ്ട്. ഡിലീറ്റ് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ റിമൂവ് ചെയ്തിട്ടുള്ള മെസ്സേജസ് വന്നത് എല്ലാം തന്നെ ഈ ആപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ നമുക്കൊരാൾ അയച്ചിട്ടുള്ള മെസ്സേജ് നമ്മൾ വായിച്ചതിന് ശേഷമാണ് അവർ ഡിലീറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ്ഫുൾ ആണ്, വേണമെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.